ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തെ കലോത്സവ വേദിയിലേക്കൊന്ന് പോകാം. കലോത്സവ വേദിയിൽ പാലുകാച്ചൽ ചടങ്ങ് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് മന്ത്രി വി ശിവൻകുട്ടിയുണ്ട്, പഴയിടം നമ്പൂതിരിയുണ്ട്, ഒപ്പം കടകംപള്ളിയുണ്ട്, GR അനിലുണ്ട്, ആര്യയുണ്ട്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കലോത്സവത്തിൻ്റെ പാചകപ്പുരയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. റിനു സീധർ ചേരുന്നു. റിനു സീധർ, അങ്ങനെ കലോത്സവപ്പുരയിലെ ഭക്ഷണ വിഭവങ്ങൾ ഒരുങ്ങിത്തുടങ്ങുകയാണ്. ഇന്നു മുതൽ പാചകപ്പുര സജീവമാകും അല്ലേ? അരുൺകുമാർ, നാളെ മുതലായിരിക്കും ഭക്ഷണ പുരയൊക്കെ തന്നെ സജീവമെന്ന് പറയാൻ കഴിയുക. പക്ഷേ ഇന്നു മുതൽ ഭക്ഷണം കൊടുത്തു തുടങ്ങുമെന്നും നമുക്ക് ഉറപ്പിക്കാം. കാരണം പഴയിടം തന്നെയാണ് പഴയതുപോലെ പാചകപ്പുരയുടെ ഉത്തരവാദിത്വമുള്ളത്, മേൽനോട്ടം ഉള്ളത്. ഇപ്പോൾ പാചകപ്പുരയിൽ പാലുകാച്ചൽ ചടങ്ങ് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മന്ത്രി വി ശിവൻകുട്ടി, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, മന്ത്രി GR അനിൽ, ഒപ്പം പഴയിടം മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവരാണ് ഈ പാലുകാച്ചൽ ചടങ്ങ് നടത്തുന്നത്. ഔദ്യോഗികമായി കലാമാമാങ്കത്തിന് ആരംഭം ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും തിരുവനന്തപുരത്തിൽ ആതിഥ്യമരുന്ന തിരുവനന്തപുരത്ത് വലിയ ആഘോഷമായി തന്നെയാണ് ഈ ഒരു കലാമാമാങ്കത്തെ സ്വാഗതം ചെയ്യുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു പാലുകാച്ചൽ ചടങ്ങ്. മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ടുണ്ട്. ഈ പാലുകാച്ചൽ ചടങ്ങിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉണ്ട്. എല്ലാ രീതിയിലും, അതായത് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്താണ് ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം കിഴക്കേ കോട്ടയിൽ എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 4000-ഓളം കുട്ടികൾക്ക് ഒരേ സമയം ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ്. നഗരസഭയ്ക്കാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല. ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് ഇവിടെ ഭക്ഷണ വിതരണം നടക്കുന്നത്. എല്ലാ രീതിയിലും മാലിന്യങ്ങൾ അപ്പോൾ തന്നെ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുവേണ്ടി ഏകദേശം 200-ഓളം വോളണ്ടിയർമാരെ വിവിധ വേദിയിൽ, ഏകദേശം 25-ഓളം വേദികളാണ്, 249-ലധികം മത്സര ഇനങ്ങൾ, 15,000 പാലുകാച്ചൽ ചടങ്ങാണ്. കലോത്സവ വേദിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നു മുതൽ കലോത്സവ വേദിയിലെ പാചകപ്പുരയും സമൃദ്ധമാകും. ഇപ്പോൾ പാചകപ്പുരയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട്, ഭക്ഷ്യ വകുപ്പ് മന്ത്രിയുണ്ട്, കടകംപള്ളി സുരേന്ദ്രനുണ്ട്, മേയർ ആര്യ രാജേന്ദ്രനുണ്ട്, പഴയിടം നമ്പൂതിരിയുണ്ട്. ഈ ചടങ്ങോടുകൂടി പാചകപ്പുര ഉണരുകയാണ്. അപ്പോൾ ചെറിയ ശബ്ദ പ്രശ്നമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഈ ഗ്യാസും അടുപ്പുമൊക്കെ അതിൻ്റെ ശബ്ദങ്ങളായിരിക്കാം. ഇനി മുതൽ അങ്ങോട്ട് പാചകപ്പുര തിരക്കേറുകയാണ് അല്ലേ റിനു? തീർച്ചയായും അരുൺകുമാർ, കാരണം ആതിഥ്യമരുളുന്ന അനന്തപുരിയാണ്. അനന്തപുരിയുടെ വിഭവങ്ങളെല്ലാം തന്നെ മറ്റ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിളമ്പാൻ കഴിയുമെന്നുള്ളതാണ് പഴയിടം നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണങ്ങളൊക്കെ തന്നെ നടത്തി കഴിഞ്ഞു. നമുക്കറിയാം, ഈ ഊട്ടുപുരയിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാം തന്നെ ഭക്ഷണം ഒരുക്കുന്നതിന് ഈ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ സമാഹരിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് ഇവർക്ക് ഭക്ഷണം ഒരുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വിഭവ സമൃദ്ധമായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും പാലുകാച്ചൽ ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി പാൽക്കലത്തിൽ നിന്ന്, അതായത് ഈ കലത്തിൽ നിന്ന് പാല് തിളച്ചു തൂവുന്നൊരു കാഴ്ചയാണ് ഏവരും ഉറ്റുനോക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. പഴയിടം ഇതിൻ്റെ അടുത്തു തന്നെ ഉണ്ട്. പാലുകാച്ചൽ ചടങ്ങിന് നേതൃത്വം നൽകുന്നുണ്ട് മന്ത്രി വി ശിവൻകുട്ടി, അതുപോലെ തന്നെ മന്ത്രി GR അനിൽ, സ്വാഗത സംഘം ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ്. എന്തായാലും തിരുവനന്തപുരത്ത് ഭക്ഷണപുരയുടെ പാലുകാച്ചൽ ചടങ്ങുകൾ നടക്കുന്നു. എന്തായാലും വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാം തന്നെ വിഭവസമൃദ്ധമായ ഭക്ഷണം. വെജിറ്റേറിയനാണ്, നമുക്കറിയാം, നോൺ വെജ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വലിയ വിവാദങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ തവണയൊക്കെ തന്നെ ഉയർന്നെങ്കിൽ പോലും ഇത്തവണ അത്തരം വിവാദങ്ങൾക്കൊന്നും തന്നെ ചെവി കൊടുക്കാതെ, വഴിവെക്കാതെ എല്ലാം ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഈ 25 വേദികൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഈ കുട്ടികൾക്ക് ഈ പാചകപ്പുരയിലേക്ക് അല്ലെങ്കിൽ ഭക്ഷണശാലയിലേക്ക് എത്തുന്നതിന് വേണ്ടി KSRTC ഉൾപ്പെടെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരുക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സൗജന്യമായി തന്നെ ബസ് സർവീസ് ഉണ്ടാകും. മറ്റ് സ്വകാര്യ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള വാഹന സൗകര്യങ്ങളും ഉണ്ടാകും ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടി. നമുക്കറിയാം, പുത്തരിക്കണ്ടം മൈതാനം തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു മൈതാനങ്ങളിലൊന്നാണ്. ഇവിടെ 4000-ലധികം പേർക്ക് അതിനുള്ള പാൽ തിളച്ചു തൂവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
ആദിത്യമരുളുന്ന അനന്തപുരിയിൽ പാൽക്കലം തിളച്ചു തൂവിയിരിക്കുന്നു. യൂത്ത് ഫെസ്റ്റിവലിന്റെ പാചകപ്പുര ഇന്നു മുതൽ സമൃദ്ധമാവും, വിഭവസമൃദ്ധമാകും. പഴയടത്തിന്റെ നേതൃത്വത്തിലാണ് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരുങ്ങുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കലോത്സവ നഗരി ഉണരുകയാണ്. കൗമാര കലാപൂരത്തിന് ഒരുങ്ങുകയാണ് തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമഗ്ര കവറേജുമായി റിപ്പോർട്ടർ ടിവിയും തയ്യാറാണ്. സ്വപ്നതുല്യമായൊരു ടീമിനെയാണ് റിപ്പോർട്ടർ ടി വി പ്രേക്ഷകർക്ക് വേണ്ടി കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുന്നത്. VS രഞ്ജിത്ത്, അലി അക്ബർ ഷാ, സുനിഷ യെല്ലൂർ, അരുൺ സോളമൻ, ദിലീപ് ദേവസ്യ, അഞ്ജലി ശ്രീജിത രാജ്, റോഷ്നി രാജ്, ഷബാസ് അഹമ്മദ്, ആമിന എന്നിവരാണ് ഈ സംഘത്തിലുള്ളത്. ഒപ്പം ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകളിലും ഉണ്ട്. റിപ്പോർട്ടറിൻ്റെ ഏറ്റവും മികച്ച വീഡിയോ ജേർണലിസ്റ്റുകളും ഏറ്റവും മികച്ച റിപ്പോർട്ടർമാരും പ്രേക്ഷകർക്കൊപ്പം കലോത്സവത്തിൻ്റെ കാഴ്ചകൾ പ്രേക്ഷകർക്കൊപ്പം എത്തിക്കും.